ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധരുടെയും ജീവിതം ഒരു സുവിശേഷമാണ്. വാക്കുകൾ കൊണ്ടല്ല, ജീവിതം കൊണ്ട് ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയവരാണ് വിശുദ്ധർ. അത്തരത്തിൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു ദീപശിഖയാണ് അസിസിയിലെ വിശുദ്ധ ക്ലാര. ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ വെല്ലുവിളികളുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ദാരിദ്ര്യമോ സമ്പത്തിൻ്റെ കുറവോ അല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കുറവാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച ഈ വിശുദ്ധയുടെ ജീവിതം ഇന്നും നമ്മോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം കാലം മാറിയെങ്കിലും ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും മൂല്യം ഒരിക്കലും മാറുന്നില്ല. ഇന്ന് ശബ്ദങ്ങളേറെയുണ്ട്, ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, എന്നാൽ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പം കുറയുന്നു. ശബ്ദവും തിരക്കുകളും സ്വാർത്ഥതയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ക്ലാരയുടെ ജീവിതം നിശബ്ദമായ ഒരു ദൈവവിളി പോലെയാണ്. ആ വിളി നമ്മോട് പറയുന്നത്, ദൈവത്തെ ഹൃദയത്തിൽ നിറച്ചാൽ സ്നേഹം ജീവിതത്തിൽ നിറയും. തൻ്റെ സമൂഹത്തിൽ ഒരു സഹോദരി ഗുരുതരമായ രോഗത്താൽ കഷ്ടപ്പെട്ടപ്പോൾ അവൾ ആ സഹോദരിയെ സമൂഹാംഗമായി മാത്രം കാണാതെ തൻ്റെ സ്വന്തം സഹോദരിയെപ്പോലെ കണ്ട് രാത്രി മുഴുവൻ വിശ്രമമില്ലാതെ ശുശ്രൂഷിച്ചു. മറ്റുള്ളവരെ ഏൽപ്പിക്കാമായിരുന്ന ആ ജോലി വിനയത്തോടെ സ്വയം ഏറ്റെടുത്തു. ക്ലാര നമ്മെ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെക്കാൾ ഉയരുന്നതിലല്ല, മറ്റുള്ളവരെ സ്നേഹത്താൽ ഉയർത്തുന്നതിലാണ് അവൾ സ്നേഹനിധിയായ ക്ലാരയായത്. അവൾ ദൈവത്തെ പ്രാർത്ഥനയിൽ അന്വേഷിച്ചു, എന്നാൽ അവിടെ നിർത്തിയില്ല. പ്രാർത്ഥനയിൽ കണ്ട ദൈവത്തെ അവൾ സഹോദരിമാരുടെ കണ്ണീരിലും രോഗികളിലും ദരിദ്രരിലും കണ്ടു. അതുകൊണ്ടാണ് അവളുടെ സ്നേഹം ഒരു വികാരമായിരുന്നില്ല, അത് സേവനമായിരുന്നു. അവളുടെ വിശ്വാസം ഒരു ആശയമായിരുന്നില്ല, അത് ജീവിതമായിരുന്നു. ഇന്ന് വിശുദ്ധ ക്ലാരയുടെ ജീവിതം നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഒരു ഓർമ്മ മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടിയാൽ ഏത് ഓർമ്മയായിരിക്കും നമ്മൾ തിരികെ കൊണ്ടുപോകുന്നത്? ഒരിക്കലും നമ്മുടെ ഡിഗ്രികളോ ജോലിയോ നേട്ടങ്ങളോ ആയിരിക്കില്ല. പിന്നെയോ നമ്മെ സ്നേഹിച്ചവരുടെ ചില ഓർമ്മകൾ, നമ്മുടെ സങ്കടങ്ങൾ പങ്കിട്ട ചില നിമിഷങ്ങൾ, നമ്മുടെ സമയവും കഴിവുമൊക്കെ കൊടുത്ത് വളർത്തിയ ചില വ്യക്തിത്വങ്ങൾ. അതെ, എല്ലാത്തിലും പ്രധാനം, മറ്റേതിനേക്കാളും വലുത് മനുഷ്യരാണ്. വിശുദ്ധ ക്ലാര നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തിൻ്റെ മഹത്വം നാം എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, എത്രമാത്രം സ്നേഹിച്ചു എന്നതിലാണ്. കൂടുതൽ സ്നേഹിക്കാം, ക്ഷമിക്കാം, മനുഷ്യരാകാം. അപ്പോഴാണ് നമ്മുടെ ജീവിതവും സമൂഹവും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നിറയുക. ആമേൻ.